ഉത്തരമലബാറിലെ പ്രസിദ്ധമായ ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്ര മഹോത്സവം ഡിസംബർ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിക്കും. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. ഉത്തരമലബാറിലെ പ്രസിദ്ധമായ ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്ര മഹോത്സവം ഡിസംബർ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിക്കും. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി മണിയറ പെരിങ്ങോട്ടില്ലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കുക. ഡിസംബർ 10 രാവിലെ 10 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, വൈകിട്ട് 6 ഭജന, രാത്രി 9 മണിക്ക് ക്ഷേത്രം തന്ത്രി ഉത്സവത്തിന് കൊടിയേറ്റും. തുടർന്ന് പെരുങ്കുടൽ ഏരിയ കാഴ്ച, ശേഷം ട്രാക്ക് ഗാനമേള അരങ്ങേറും. നമ്മുടെ പുതിയ പാലത്തിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ കലവറ നിറക്കൽ ഘോഷയാത്ര തുടങ്ങും. വൈകുന്നേരം നമ്മുടെ അയ്യപ്പക്ഷേത്ര ഭജന സമിതിയുടെ ഭജന, അതോടൊപ്പം തന്നെ 9 മണിക്ക് ഭഗവാന്റെ തൃക്കൊടി ഏറും. അത് കഴിഞ്ഞാൽ നമ്മുടെ പെരുമ്പടൽ കാഴ്ച, തിരുമുൻ കാഴ്ച, അതോടൊപ്പം തന്നെ ഒരു ട്രാക്ക് ഗാനമേള. അതിനുശേഷം 11-ാം തീയതി രാവിലെ പൂജകൾക്കൊപ്പം രാവിലെ പാലഭിഷേകം, കലശാഭിഷേകം, അതോടൊപ്പം തന്നെ അന്നദാനവും, വൈകുന്നേരത്തെ പരിപാടികളും, പിന്നെ തടമ്പ് നൃത്തം. അത് കഴിഞ്ഞപാട് നമ്മളെ മാതൃസമിതി അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരയും, കുഞ്ഞിമംഗലം ശിവരഞ്ജനി ഭക്തി ഗാനസുധ, അതും നമ്മളെ ക്ഷേത്ര ഗ്രൗണ്ടിൽ നടക്കും. 11-ാം തീയതി രാവിലെ 9-ന് ഗണപതി ഹോമം, രാത്രി 8 മണിക്ക് വട്ടക്കുന്നം ഹരികൃഷ്ണ നമ്പൂതിരിയുടെ തിടമ്പ് നൃത്തം, രാത്രി 9:30-ന് ചെറുപുഴ അയ്യപ്പക്ഷേത്രം മാതൃസമിതി അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര അരങ്ങേറും. ഭക്തിഗാനസുധ. 12-ാം തീയതി രാത്രി എളേരി ഏരിയയിലെ അരിയിരുത്തി മുനയംകുന്ന് ഏരിയ കാഴ്ച മുനയംകുന്നിൽ നിന്നും പുറപ്പെടും. 8:15-ന് അണലക്കാട്ട് മാധവൻ നമ്പൂതിരിയുടെ തിടമ്പ് നൃത്തം, 10-ന് പാട്ടരങ്ങ്. 13-ാം തീയതി രാവിലെ 8 മണിക്ക് ഉത്സവബലി, രാത്രി 7 മണിക്ക് പുളിങ്ങോം ഏരിയ കാഴ്ച കൂലുവളിയിൽ നിന്ന് ആരംഭിക്കും. 8:15-ന് ശിവപ്രസാദ മനോളിത്തായയുടെ തിടമ്പ് നൃത്തം, 10 മണിക്ക് ഗാനമേള. 14-ാം തീയതി രാത്രി 8 മണിക്ക് എളേരി ഏരിയയിലെ അരിമ്പ ആയന്നൂർ തവളക്കുണ്ട് ഏരിയ കാഴ്ച അരിമ്പയിൽ നിന്നും പുറപ്പെടും. 8:15-ന് ബുധിരമന കേശവൻ നമ്പൂതിരിയുടെ തിടമ്പ് നൃത്തം, 10 മണിക്ക് ഗാനമേള. 11-ന് നെയ്യഭിഷേകം. ഡിസംബർ 15-ന് രാത്രി 7 മണിക്ക് നരമ്പ ഏരിയ കാഴ്ച കുണ്ടനിറത്തിൽ നിന്നും പുറപ്പെടും. 8:15-ന് ശ്രീനിധി ഭാഗവതിന്റെ തിടമ്പ് നൃത്തം, 10 മണിക്ക് ഗാനമേള. 16-ന് രാവിലെ 8 മണിക്ക് ആനപ്പുറത്ത് എഴുന്നള്ളത്ത്, വൈകിട്ട് 6:30-ന് നഗരപ്രദക്ഷിണം, പറയെടുപ്പ്. രാത്രി 7 മണിക്ക് ഗോക്കടവ് ചന്ദ്രശേഖരൻ നായരുടെ ആധ്യാത്മിക പ്രഭാഷണം, രാത്രി 10 മണിക്ക് രഞ്ജിത്ത് കായർത്തായുടെ തിടമ്പ് നൃത്തം, 11 മണിക്ക് പള്ളിവേട്ട, 11:30-ന് പള്ളിക്കുറുപ്പ്. സമാപന ദിനമായ 17-ന് രാവിലെ 6 മണിക്ക് കണി, 7 മണിക്ക് ആറാട്ടുബലി, 8 മണിക്ക് ആറാട്ട് എഴുന്നള്ളത്ത്, 11-ന് വലിയ കാണിക്ക, 12-ന് ആറാട്ട് സദ്യയോടെ മഹോത്സവം സമാപിക്കും. സംഭാവന സ്വീകരിക്കലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പരിസര പ്രദേശങ്ങളിലും ശുചീകരിക്കലും, അതുപോലെ മറ്റെല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് വേണ്ടുന്ന ആഘോഷത്തിന് വേണ്ടുന്ന ആഘോഷത്തിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഒന്നൊരു തടസ്സമില്ലാണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പൊക്കെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ഉടനെ വരാൻ 4-5 മാസത്തിലുള്ള നിയമസഭ തെരഞ്ഞെടുപ്പ്, അതിലൊക്കെ മുന്നോടിയായി SP പ്രത്യേക മീറ്റിംഗ് വിളിച്ച് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് വാളണ്ടിയേഴ്സിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സർക്കാർ വന്നിട്ട്. അപ്പോൾ ഇന്നും ഉണ്ടായിരുന്നു അതേപോലെ നിർദ്ദേശത്തിന് വേണ്ടി വാളണ്ടിയേഴ്സിനും കമ്മിറ്റി അംഗങ്ങൾക്കല്ല നിർദ്ദേശം. ഈ ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായ സഹകരണം ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയും വാഗ്ദാനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പോലീസ് സേനയുടെ എല്ലാ സഹായ സഹകരണങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാം. ഡെയിലി ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രതീക്ഷയുണ്ട്. എല്ലാ കാലത്തും നിങ്ങളുടെ പൂർണ്ണ സഹകരണം ക്ഷേത്രത്തിന് കിട്ടുന്നുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നേരിൽ ലഭിക്കുമാറാകണമെന്ന് മാത്രമാണ് ഞാൻ മാധ്യമങ്ങളോട് പറയാനുള്ളത്. അവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ ഉത്സവത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവണം. അതേപോലെ തന്നെ ഞങ്ങളുടെ ഉത്സവത്തിന് ഗവൺമെൻറ് തലത്തിലായാലും, അതേപോലെ പോലീസിൻ്റെ തലത്തിലായാലും, പഞ്ചായത്തായാലും, ഹെൽത്തായാലും, ഇലക്ട്രിസിറ്റിയിലായാലും അവരൊക്കെ തന്നെ ഒരുമിച്ച മനസ്സോടും കൂടിയാണ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നത്. അതേപോലെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാവരും
ഞങ്ങളെ കൂടെ ഒത്തു ചേർന്ന് ഈ ഒരു ഉത്സവം മഹോത്സവം അയ്യപ്പൻ്റെത് ഭംഗിയായി നടത്തിത്തരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിൽ നടന്ന മാധ്യമസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശൻ, വൈസ് പ്രസിഡന്റ് സി ഷാജി, സെക്രട്ടറി സി എം രഘു, ജോയിന്റ് സെക്രട്ടറി പി എം വാസുദേവൻ, ഖജാൻജി കെ കെ ശശീന്ദ്രൻ, മാതൃസമിതി പ്രസിഡന്റ് എ വി കാർത്തിയായിനി, വൈസ് പ്രസിഡന്റ് ഓമന വാഴക്കോടൻ, മാതൃസമിതി സെക്രട്ടറി സുജാത ബാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ശൈലജ വിജയൻ, ഖജാൻജി പി കെ അമ്മിണി എന്നിവർ സംബന്ധിച്ചു. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.